السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الله القدر العظيم الجاه وعلى آله وصحبه وسلم تسليما من قدر الله من ذلك في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. صدق الله المولانا العظيم. أكمل المؤمنون إيمانا أحسنهم أخلاقا. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളായ മുഅ്മിനാത്തുകളെ, എല്ലാ ലോകം ഒരുപാട് ലോകമുണ്ട്. എല്ലാ ലോകത്തെ പടക്കോ കാണകർത്തത് അള്ളാൻ്റെ ഇത് എല്ലാത്തിനും അള്ളാൻ്റെ സൂര്യങ്കാലം പഠിച്ചില്ലാണ്ടിത് കൂടെ ഒരൊറ്റ ഒന്നിനും അള്ളാഹു പടക്കാലാൻ തിന്ന് അള്ളാഹു കുതിസിയ ഹദീസിൽ ചെന്ന്. അപ്പോൾ ഇടീ എല്ലാ സർവ്വലോകത്തെ പടക്കോ കാണകർത്തത് അള്ളാൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാൻ്റെ റസൂൽ ജനിച്ചോ തിങ്കളായിട്ടിക്കണ്ട് റബീഉൽ അവ്വൽ തിങ്കൾ. റമളാൻ്റെ കാട്ടിയാറെ ഷറഫു ഈ തിങ്കൾ എന്ന് ചെന്ന മഹാന്മാരെ കണക്കില്ലാത്തത്ര. കാരണം എന്തുകൊണ്ട് റമളാൻ കിട്ടിയോ ആനിമിടെ കൊണ്ടേ കിട്ടിയോ. അത് റമളാൻ കിട്ടിയോ കാരണം അറിയാം അള്ളാൻ്റെ റസൂൽ. അതുകൊണ്ട് ആ നബി ജനിച്ച തിങ്ങൾക്ക് ആ റമളാൻ്റെ കാട്ടിയാറെ ബഹുമാനം ബഹുമതി. ആ സൃഷ്ടികളിൽ വെച്ചിട്ട് അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഭയങ്കര ശ്രേഷ്ഠർ അള്ളാൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഫളായിൽ ചെന്ന് തീർക്കുക ആരെ കൊണ്ടാവില്ല. അവിടുത്തെ ഫളായിൽ, അവിടുത്തെ ഗ്രേറ്റസ്റ്റ്, അവിടുത്തെ ശ്രേഷ്ഠത, ഇരിമ മഹിമ ചെല്ലുക ആർക്കും ആവില്ല. എന്തുകൊണ്ട് അള്ളാഹു അത്ര ബഹുമാനിച്ചോ ബഹുമാനിച്ച വ്യക്തിയായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരൊറ്റ ന്യൂനത കുറച്ചയില്ലാണ്ട് കാമിലായ ഇൻസാനായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പരിപൂർണ മനുഷ്യ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്ക് സാറ്റി നബി അല്ലാണ്ട് വേറില്ല. അവിടുത്തെ കുടുംബ പരമ്പരയിൽ അവിടുത്തെ സ്വഭാവത്തിൽ, വ്യവഹാരത്തിൽ, സത്യസന്ധതയിൽ, ചാരിത്രശുദ്ധിയിൽ, പ്രാമാണികത്തിൽ, എല്ലാത്തിനും എല്ലാ സർവക്ഷേത്രത്തിനും ഒന്നാമത്തെ സ്ഥാനം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ സ്ഥാനം അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച നാളുണ്ട്. ഇബ്ലീസും അവൻ്റെ അനുയായികൾ വാരീബിൽപ്പെട്ടാർ ഉണ്ട്. ധാരാളം അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച നാളുണ്ട്. അത്യദ്ഭുത ഭയങ്കര ഘടനകൾ ഒരുപാട് നടന്നത്. ഭൂമിയിൽ നിന്ന് എല്ലാ വിഗ്രഹങ്ങളും എല്ലാ മൂർത്തിയും കീഴായിട്ട് പോന്നു കൊടുത്തു. നിങ്ങളുടെ നേർ പോകേണ്ടതില്ല. എല്ലാ തലകലായിട്ട് പോകുന്നുണ്ട്. പേർഷ്യന്മാർ 2000 വർഷം മുതൽ ആരാധനാക്കുന്നു. തീ ഉണ്ട് പൊലിഞ്ഞു പോയിട്ട് ഫിസറ ചക്രവർത്തി അരമനെല്ലാം ഇത് ബെറന്നത് കിടവിട ബെറന്നതിന് ഭൂകമ്പം ഉണ്ടായിട്ട് അനുസർവാൻ ചക്രവർത്തിയുടെ 100 ಮೊಳ ಉದ್ದವನ್ನು ಅರಮಂಡ 14 ಗೋಪುರಂಗ ಎಲ್ಲ ಪೀಸಾയിട്ട് പോന്നു കൊടുത്തു. സാവാ ചെണ്ട പക്കത്തുള്ള ബൊഹൈറ ചെണ്ട വലിയ പൊല തന്നില്ലാണ്ട് പറ്റിപ്പോയിട്ട്. ഇതെല്ലാം അള്ളാഹുൻ്റെ റസൂൽ ജനിച്ചപ്പോൾ ഉണ്ടായ ഒരുപാട് അത്ഭുതങ്ങൾ. അള്ളാഹു ഉണ്ടാക്കിയ അള്ളാഹുടെ നൂറെടുത്തിട്ട് അള്ളാഹുൻ്റെ റസൂൽ സൃഷ്ടിച്ച അള്ളാഹുടെ നൂറ്. അതുകൊണ്ട് അള്ളാഹു അന്നൂർ മുഹമ്മദിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അള്ളാഹുടെ നൂറായതുകൊണ്ട് അള്ളാഹു ഒന്നല്ല, ബാക്കി ഇന്ന് എല്ലാവർക്കും അള്ളാഹുൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ നരക എന്തെല്ലാം ഇവിടെ സൃഷ്ടി കൊണ്ട് എല്ലാത്തിനും പടക്കം കാണാത്തത് അള്ളാഹുൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുൻ്റെ റസൂൽ ജനിച്ചപ്പോൾ അവിടുത്തെ ബോബ അബ്ദുൽ മുത്തലിബ് അള്ളാഹുടെ ഓർഡർ പ്രകാരം ആജ്ഞ പ്രകാരം ഇത് പേര് വെച്ചിട്ട് മുഹമ്മദ് പേര് ചെല്ലുന്നുണ്ടോ. എല്ലാരെ കൊണ്ട് പുകഴ്ന്ന ആൾ, പ്രശംസിക്കപ്പെടുന്ന ആൾ. അതുകൊണ്ട് ആറ് ദൂരം ചൊല്ലുന്നത് മുഹമ്മദ് സ്വല്ലല്ലാഹു പുകഴ്ന്ന ആൾ. ചെന്നാൽ പിന്നെ ദൂരം അവിടെ ആവില്ല, ആറും ദൂരം പോലെ എന്നതുകൊണ്ട് അള്ളാഹു പേര് അള്ളാഹു സെലക്ട് ആക്കിയ മുഹമ്മദിന്. അതുകൊണ്ട്
പരിശുദ്ധ ഖുർആൻ ചെന്നല്ലോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഈ ലോകത്ത് അള്ളാഹു റഹ്മത്തായിട്ട് നിങ്ങൾ കടത്തിരാ എല്ലാ സൃഷ്ടിക്കും അള്ളാഹുൻ്റെ റസൂൽ റഹ്മത്ത്. അത്തരമല്ല എല്ലാ അമ്പ്യാക്കന്മാർക്ക് ആർഡർ ഉണ്ട്. എങ്കാലും നിങ്ങളുടെ കാലത്തിൽ അള്ളാഹുൻ്റെ റസൂൽ ಬಂತೆങ്കിൽ എല്ലാ പ്രാവശ്യം കരാറിന്ത് നിങ്ങൾ തന്നോ കിതാബും എല്ലാം അള്ളാഹുൻ്റെ റസൂൽ നിങ്ങളുടെ കാലത്തെങ്കാൽ ಬಂತೆങ്കിൽ ദൃഢമായ വിശ്വാസം വയ്ക്കണം. ആ നബിയുടെ നിങ്ങൾ സഹായിക്കണം. ഈ വാഗ്ദാന നിങ്ങൾ സ്വീകരിക്കണം എന്ന് എല്ലാ നബിമാർക്കും എന്ത് അള്ളാഹുടെ ആജ്ഞയുണ്ട്. മുഹമ്മദ് നബി ಬಂತೆങ്കിൽ നിങ്ങൾ ദൃഢവിശ്വാസം അവിടുത്തെ കൊണ്ടുപോയിക്കണം. അടുത്തേക്ക് സഹായിക്കണം എന്ന് കരാറില്ലാണ്ട് ഒരൊറ്റ നബിയുടെ കൂടെ അള്ളാഹു എന്താക്കിയിട്ടില്ല, നിയോഗമാക്കിയിട്ടില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ് ഹദീസിൽ കാണാം. അൽ ഖസായിസുൽ ഖുബറാത്തുൽ കിതാബിൽ എല്ലാ വിഷയം കാണാം. അപ്പോൾ അള്ളാഹുൻ്റെ റസൂലിൻ്റെ മഹത്വത്തിനെങ്കിൽ അവിടുത്തെ ഗ്രേറ്റസ്റ്റ് ആരെ കൊണ്ട് ചെന്ന് തീർക്കുകയാവില്ല, ആർക്കും എഴുതി തീർക്കുകയാവില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ മധു ധാരാളമുണ്ട്. 25 നബിമാരുടെ മൗലിദുണ്ട് എല്ലാം പരിശുദ്ധ ഖുർആനിൽ. അതിൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ മൗലിദ് ധാരാളം ഉണ്ട്. അതിൽ ഒരു മൗലിദായിട്ട് അള്ളാഹു മാക്കടെ മൗലിദ് ഇത് ഇന്നല്ലാഹു മലായികതു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഓ ഈമാനിൻ്റെ മനുഷ്യന്മാർ നിങ്ങൾ എന്താ കുറു സലാത്തും സലാമും ചെന്നു അള്ള ചെന്നു നാണുന്നുണ്ട് മലക്ക് എല്ലാം എന്താക്കട സ്വലാത്ത് ചെന്നുകൊണ്ടുള്ള അറിവിൽ അള്ളാഹുൻ്റെ റസൂൽ നിങ്ങൾ എന്താക്കരു സ്വലാത്ത് ചെല്ലു സലാം ചെല്ലു എന്ന പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ട് അത് വ്യാഖ്യാനാക്കിയ മഹാന്മാർ എത്ര എല്ലാ വ്യാഖ്യാതകളും എല്ലാവരും തഫ്സീൽ എഴുതിയോ അള്ളാഹുടെ സ്വലാത്ത് ചെന്നിന്തോ അള്ളാഹു മധുഹാക്കടോ മൗലീദാക്കടോ അള്ളാഹുടെ മഹത്വത്തെ അള്ളാഹുൻ്റെ റസൂൽ മഹത്വത്തെ മലക്കുകൾ നടുവിൽ എടുത്തു ചെല്ലോ ചെന്നെങ്കിൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ മൗലിദ് അള്ള പോലും ആക്കിയിട്ടുള്ള. അതുകൊണ്ട് എന്താക്കണം ഞങ്ങളും കൂടി ധാരാളമാക്കണം. അള്ളാഹുൻ്റെ റസൂൽ മൗലിദാക്കിയിട്ട് നിരന്തരമായി ആക്കിയിട്ട് അള്ളാഹുൻ്റെ റസൂൽ ഗുണഗാന മദ്ഹ് മൗലിദ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കണം. അത് ഖിയാമത്ത് നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അതായത് റബീഉൽ അവ്വൽ 12 പ്രത്യേക വിശേഷമായതുകൊണ്ട് ജനിച്ച നാളായതുകൊണ്ട് എല്ലാവരും കൊണ്ട് സന്തോല അള്ളാഹുൻ്റെ റസൂലിൻ്റെ മധു ഇല്ലാത്ത ഒരൊറ്റ ഭൂമിയുടെ ഉറപ്പക്കവും ഇല്ല. എല്ലാ പകൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ മധുവും മൗലീദും എല്ലാം ഗുണഗാനം എല്ലാം എവിടെ നോക്കിയിട്ടെങ്കിൽ അവിടെ അത്രയും വെറും മനുഷ്യന്മാർ മാത്രമല്ല സർവ്വ ജീവികമാക്കടെ അള്ളാഹുൻ്റെ റസൂലിൻ്റെ മധു ആക്കടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൈവിടെ പരമാവധി ഉണ്ടാക്കുക അള്ളാഹുൻ്റെ റസൂലിൻ്റെ മൗലീദ് 4 വാക്കൊണ്ട് ഞങ്ങൾ സ്വാലിഹിങ്ങാവ അള്ളാഹുൻ്റെ റസൂലിനെ കൊണ്ട് ഞങ്ങൾ എല്ലാ വിജയം ഭൂമിയുടെ മേലും ഭൂമിയുടെ അടിയും. അതുകൊണ്ട് ആ നബിയുടെ മോചിതാത്ത് കൊണ്ട് പഠിച്ച നമ്മൾ എല്ലാവർക്കും നീ ബമ്പിച്ച വിജയിക്കുള്ള എല്ലാ മഹാഭാഗ്യം നീ പ്രദാനം ചെയ്യുക അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.